ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാവർക്കും സുഖല്ലേ? എൻ്റെ ഒരു കൂട്ടുകാരനെ, പുള്ളി വേറൊരു പ്രൊവിൻസിലായിരുന്നു, നേഴ്സായിരുന്നു. അങ്ങനെ പുള്ളി കുറെ കാലം നേഴ്സായിട്ട് ജോലി ചെയ്ത് നല്ലൊരു പൊസിഷനിൽ ആ ഓൾഡ് ഏജ് ഹോമിൽ എത്തി. അങ്ങനെ എത്തിയതിന് ശേഷം ഒരു പ്രാവശ്യം പുള്ളി ലീവ് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് അധികം താമസിയാതെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ഈ പണി നിർത്താൻ പോവാന്ന് പറഞ്ഞു. എന്തേലും ചോദിച്ചപ്പോൾ പറഞ്ഞു, മടുത്തുറാ, എനിക്ക് മടുത്തു, ഇനി എനിക്ക് വയ്യ, അതുകൊണ്ട് എനിക്ക് ട്രക്ക് ഡ്രൈവർ ആവണം എന്ന് പറഞ്ഞു. ഓക്കെ, നല്ല നല്ല പണികൾ, ശമ്പളമുള്ള പണിയാണ് നിന്റെ പണി, അത് വേണ്ടെന്ന് നിൽക്കണോ? ഇല്ല ഇല്ല ഇല്ലടാ, എനിക്ക് മാറണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചറിഞ്ഞ് പിടിച്ചപ്പോൾ ആള് പറഞ്ഞെങ്കിൽ, ഈവൻ ഈ സ്ഥലത്ത് ജോലി കിട്ടി അവിടെ വർക്ക് ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ തൊട്ടേ അവിടെയുള്ള കുറെ അമ്മച്ചിമാരും പിന്നെ അപ്പാപ്പന്മാരൊക്കെ ഉണ്ട്. അപ്പോ അറിയാലോ, ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ ഈ വയസ്സായ ആൾക്കാർ ഡിമെൻഷ്യ കാലിലേക്ക് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് നല്ല ബോധമുള്ള സമയത്തേക്ക് ഇവർ നന്നായിട്ട് സ്നേഹിക്കുകയും എന്താ പറയാ, ഒരു ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു പറയണത്. ഒരു പ്രാവശ്യം വെക്കേഷന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ അതിനകത്ത് 2-3 പേരൊന്നും ഇല്ല. അപ്പോ അവർക്ക് മരണപ്പെട്ട് കഴിഞ്ഞു. ഇവരൊക്കെ മരിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇവരിങ്ങനെ സ്നേഹിച്ച് നടക്കുന്ന അവസ്ഥയല്ലേ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ലോലമായുള്ള ഹൃദയമുള്ളവർക്ക് പറ്റിയ പണിയില്ല, നീ പണി വിട്ടോ, ട്രക്ക് ഓടിക്കാൻ പറ്റിയ നിന്റെ മനസ്സാന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അതും പറഞ്ഞിട്ട് പുള്ളി പിന്നെ ട്രക്ക് ലൈസൻസ് എടുത്തു. കുറച്ചാളേക്കും പിന്നെ ഓടാണ്ടൊക്കെ ഇരുന്നു. പക്ഷെ പിന്നെ ഇറങ്ങി ആള് കളം പിടിച്ച് എന്താ പറയാ, വളരെ അടിപൊളിയായിട്ട് ഇപ്പോ മുന്നോട്ട് പോകേണ്ട ആള്. ലൈസൻസിക്ക് ഇപ്പോഴും ഉണ്ടാളുടെ ഏത് ലൈസൻസ് ഉണ്ട്, പക്ഷെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കാണ്. ഇനി വേണ്ടി വന്നാൽ കളത്തിലിറങ്ങാം എന്നും പറഞ്ഞിട്ട് അറ്റ കൈക്ക്. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കില്, ഇവിടെയുള്ള നേഴ്സുമാര് എങ്ങനെ കാശുണ്ടാക്കണേന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ അറിയണം. കാരണം നമ്മൾ പറയും, നേഴ്സുമാരല്ലേ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ശമ്പളം, ജർമ്മനി പോയ ശമ്പളം, സ്വിറ്റ്സർലൻഡിൽ പോയ ശമ്പളം, ഓസ്ട്രേലിയ പോയ ശമ്പളം, എവിടെ പോയാലും ശമ്പളാ. ഈ ശമ്പളം ഇവരുണ്ടാക്കണത്, ഞാനിതിനെ പറ്റി അന്വേഷിക്കാനും പഠിക്കാനുള്ള കാരണമുണ്ട്, അതിപ്പോ പറയാട്ടാ. അതിനു മുമ്പ് നമ്മള് ട്രക്ക് ഓടിച്ചിട്ട് ജീവൻ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ട്രക്ക് ഓടിക്കണം എന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരത്തെ ഈ കുറച്ച് നേഴ്സുമാർ കേട്ട് ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, നമ്മളെക്കാട്ടും കൂടുതൽ ജീവൻ പണയം വെച്ചു. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ കൂടി മുന്നിൽ നിന്ന് വേറെ വണ്ടികൾ വരുന്നുണ്ടോ, ആരെങ്കിലും എല്ലായിടത്തും എറിയണ്ട് പിടിക്കണ്ടോ, ഇങ്ങനത്തെ കാര്യമുള്ളൂ. നമ്മുടെ പുറകിൽ നിന്ന് ആരെങ്കിലും പിടിച്ച് പടയ്ക്കണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അത് വലിയൊരു ഇതാ. ഒരു നമ്മുടെ ജോലിക്ക് നിൽക്കുമ്പോ ആ ഒരു 12 മണിക്കൂർ 8 മണിക്കൂർ നിൽക്കുമ്പോ അത്ര അലേർട്ടായിട്ട് നിൽക്കണം എന്നുള്ള സംഭവം ഉണ്ടല്ലോ. സ്ട്രെസ് ഭയങ്കരല്ലേ. അപ്പൊ ജീവൻ പണയം വെച്ചിട്ട് അത് ഇവര് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലാന്ന്. അത്രയും പ്രശ്നമാ. ഇനി ഇവരെന്തിനും ചെയ്ത് തിരിച്ചൊന്നും ചെയ്യാനും പാടില്ല. നമ്മള് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് എന്തിനും ചെയ്തിട്ട് തന്നെ അവർക്ക് മുറിവ് വന്നു കഴിഞ്ഞാൽ അപ്പോഴും പ്രശ്നമാണ്. അപ്പൊ ഇത്രയും എന്താ പറയാ, തീക്കളി കളിച്ചിട്ടാണ് ഇവർക്ക് കാശുണ്ടാക്കണത്. നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ഭാര്യ ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റില്ല. കാരണം എന്താ വെച്ചെങ്കില്, പുള്ളിക്കാരത്തി ജോലി ചെയ്യുന്ന ഇതേമാതിരി മെന്റൽ ഹെൽത്ത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. പുള്ളിക്കാരത്തിയുടെ ഇടത്തെ കൈ ഒരു പേഷ്യന്റ് പിടിച്ച് തിരിച്ചു പറഞ്ഞപ്പോ സാധാരണ ഒരു മനുഷ്യൻ തിരിക്കണ പോലെയല്ല, നന്നായിട്ട് അങ്ങോട്ട് നമ്മള് തോർത്ത് പിഴിയില്ലേ, അതേമാതിരി പിഴിഞ്ഞാ കൊടുത്തു. സാധനം ഇപ്പൊ ഇവിടുന്ന് നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോ WSIB, നമ്മുടെ ഈ മറ്റേ ഡിസബിലിറ്റി ആ സാധനത്തിനകത്ത് പുള്ളിക്കാരത്തി ഇരിക്കണേ. അപ്പോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇതൊന്നല്ല, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഷിഫ്റ്റിന് ഒരു പുള്ളിക്കാരത്തി വന്നു. പെണ്ണ് ജോലി തുടങ്ങിയിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ അത്രേ. തലയ്ക്ക് പിടിച്ച് ഒരെണ്ണ കൊടുത്തു, മറ്റേ ഷവറില്ലേ അതിനെ ഹാൻഡിൽ വെച്ച് അടിച്ച് ആകെ ബ്ലഡ് ഭയങ്കര പ്രശ്നമായി. ഇത് പറഞ്ഞു വെച്ചെങ്കിൽ, ഇതിനു മുമ്പ് അവിടെ തന്നെ വേറൊരു പേഷ്യന്റ് ചെയ്ത പണി എന്താ വെച്ചെങ്കില്, ഇവര് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പെണ്ണിനെ വന്നിട്ട് ഒരു സാധനം എടുത്ത് ഒരു ഒറ്റ എറിയലാ. ഈ എറിഞ്ഞത് കറക്റ്റ് നല്ല സ്ഥാനത്തായിരുന്നു. അങ്ങനെ ബോധം കെട്ട് വീണു, ആശുപത്രി കൊണ്ടുപോയി. എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോ എന്തുട്ടാ, ഈ പെണ്ണിന്റെ കാഴ്ച പോയി. ഈ നഴ്സിന്റെ കാഴ്ച നശിച്ചു, പൂർണ്ണമായിട്ട് നശിച്ചു. ഇനിയുള്ള ജീവിതം കംപ്ലീറ്റ് ആള് കാഴ്ചയിലാണ്ടിരിക്കണം സംഭവം. അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ഈ EI മറ്റേ ഇൻഷുറൻസിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിൽക്കുന്ന നമുക്ക് ഇത് കിട്ടും, എന്നിട്ട് മറ്റേ ശമ്പളം കിട്ടും, കുറെ കാര്യങ്ങളിലേക്ക് നടക്കും, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ കണ്ണുപോയില്ലേ. ഈ ഇങ്ങനത്തെ ഡിമെൻഷ്യ വായിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ചിലപ്പോ എന്താ പറയാ, നമ്മൾ ടോമേം ജെറിലെയും കണ്ട പോലെ മറ്റേ പ്ലിങ് നടിക്കില്ലേ, അത്രയും ഉണ്ടാവുള്ളൂ. പക്ഷെ കിട്ടണം നമുക്ക് നല്ല സുഖം ഉണ്ടാവും.
ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ഇതെന്തിനാ ഈ വീഡിയോ പറയണമെന്ന് വെച്ചെങ്കില്, ഇതിനെ പറ്റിയിട്ട് അറിയാത്ത മലയാളികൾ അറിഞ്ഞിരിക്കാനും, അതുപോലെ തന്നെ ഈ നഴ്സുമാര് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും നഴ്സുമാരും ചേച്ചിമാര് ജോലി ചെയ്തിട്ട് കാശുണ്ടാക്കുന്നു. അപ്പോ വീട്ടിൽ വരുമ്പോ ചില ഭർത്താക്കന്മാരേക്കും ഇത് മനസ്സിലാക്കിയിട്ട് ഒന്ന് അവർക്കൊരു പരിഗണന കൊടുക്കും. കാരണം ഞാൻ ഈ സംസാരിച്ചവരൊക്കെയും എന്നോട് പറഞ്ഞ ഒരു 10 പേരിലെ 8 പേരോട് പറഞ്ഞ കാര്യമുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പട്ടിക്ക് വിലയാണ്. അപ്പോ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തോളൂ. കാരണം അവരങ്ങനെ പട്ടിക്ക് വിലയായിട്ട് വെക്കേണ്ടവരല്ല. നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ട ജാതിയാ. എന്താ കാര്യം എന്ന് വെച്ചെങ്കിലേ, ഇതിനകത്ത് ഞാൻ പഠിച്ചു വന്നപ്പോ ഒരുപാട് ഇതുണ്ട്. ഒരു ഡേഞ്ചർ സോൺ വെച്ചിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഹോസ്പിറ്റലിലാവാം, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം ആവാം, എല്ലായിടത്തും ഇങ്ങനെയുണ്ട്. ഇതനുസരിച്ചിട്ടാണ് ഇവർ ഓരോ യൂണിറ്റുകളും എല്ലാം വെക്കണത്. ഹോസ്പിറ്റലാണെന്ന് വെച്ചെങ്കിൽ ഇവർക്ക് ട്രെയിനിങ്ങിന്റെ ഭാഗത്ത് കറക്റ്റ് പറയും, പുറം തിരിഞ്ഞ് നിൽക്കരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇവരുടെ സംസാരത്തിൽ ചിലപ്പോൾ ഒരു മാസത്തോളം നമ്മളായിട്ട് വളരെ ഡീസന്റ് ആയിട്ട് വർത്താനം പറഞ്ഞ് മക്കളെ പുക്കളെ വിളിക്കുന്ന ടീമോ പിറ്റേ ദിവസം ചെകള നോക്കി പറഞ്ഞ് തരിക. അപ്പോ ആ മൂഡ് ഇവരുടെ മാറുണ്ടോന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ മറ്റേ അലാമിന്റെ സ്വിച്ച് ഉണ്ട്, അത് ഞെക്കി കഴിഞ്ഞാല് സെക്യൂരിറ്റി വരും, പിന്നെ അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം വരും. പക്ഷെ ഇവര് എന്നിരുന്നാലും അത്രയും അലേർട്ടായിട്ട് നിൽക്കണം. ഒരു കാരണവശാലും പേഷ്യന്റിനെ നമ്മൾ പുറംതിരി നിൽക്കരുന്ന്. കാരണം അവന് തോന്നാ കൊള്ളാലോ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ കിട്ടിയത് തന്നെയാ, ഇരിപ്പതാ, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് ഫാക്ടർ വെച്ചിട്ടാണ് ഈ പാവങ്ങൾ അവിടെ ജോലി ചെയ്യണേ. അടുത്ത സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, കുറച്ച് ആൾക്കാരെ, അത് 4 പേരെ കൂടിയിട്ടേക്കും ഒരു വീട്ടിൽ താമസിപ്പിക്കുന്നുണ്ടാവും, ബംഗ്ലാവ് ഹൗസിലേക്കും. അപ്പോൾ അവിടേക്ക് ഈ ഏജൻസിയിൽ നിന്നാണ് സ്റ്റാഫിനെ വിടുന്നത്. ചിലപ്പോൾ ചില ലൊക്കേഷൻസ് അല്ലെങ്കിൽ ചില ഹൗസുകളിൽ ഈ 4 പേര് 3 പേര് താമസിക്കുന്ന, വയ്യാത്ത ആൾക്കാർ താമസിക്കുന്ന ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ 2 സ്റ്റാഫേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു സ്റ്റാഫ് ചിലപ്പോൾ ചെല്ലുമ്പോൾ അവിടെ ഉള്ളത് 3 പേരും എന്താ പറയാ കുറച്ച് അഗ്രസീവായിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ കാര്യം തീരുമാനമായി. ഒരു പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ചാൽ നൈറ്റ് ഷിഫ്റ്റ് ആണ്, ഇങ്ങനെ ഇരിക്കണ് ആ ചെയറിൽ ഇങ്ങനെ ഇരിക്കണം, ഉറങ്ങാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ വരെ നോക്കിപ്പോയി ഒരു ഡമ്പില് ചെറുതൊട്ട് വരുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി പെട്ടെന്ന് തല വെട്ടിച്ച് നോക്കിപ്പോയിക്കും. അവിടെ നിന്ന് പാതിരിക്ക് ഉറങ്ങി കിടക്കണ പെണ്ണ് കഴിഞ്ഞിട്ട് ഇവൾക്ക് ഈ നമ്മുടെ നേഴ്സിനെ എറിയണം. ആ ഓടി ഒന്ന് ഡമ്പിലെടുത്ത് വീണ്ടും എറിയുക. അപ്പൊ ഈ സകല സാധനം ലോക്ക് ചെയ്ത് വെച്ചുള്ളതാണ്. പക്ഷെ ഇത് എങ്ങനെയോ ഈ സാധനം അവരെടുത്തു. അപ്പൊ ആ ഹൗസിലത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചെങ്കില്, ഹോസ്പിറ്റലാന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ട്, സെക്യൂരിറ്റിനെ വിളിക്കാം, അലാം ഉണ്ട്, എല്ലാം ചെയ്യാം. ഇവർക്കുള്ള ഇതെന്താന്ന് വെച്ചെങ്കില്, ഇങ്ങനത്തെ വന്നോ നിങ്ങൾ എവിടെയെങ്കിലും കയറിയിട്ട് ഡോറ് ലോക്ക് ചെയ്തിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക ആദ്യം, എന്നിട്ട് പോലീസിനെ വിളിക്കുക. 911 വിളിച്ച് കഴിഞ്ഞിട്ട് അവര് വന്നിട്ട് വേണം ഇതിന് കാര്യങ്ങൾ പിന്നെ നടത്താനായിട്ട്. അപ്പോ അതിനുള്ളിൽ ഫസ്റ്റ് സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഈ പുള്ളിക്കാരത്തി ഈ ഡമ്പലിന്റെ മിസ്സായ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, 2 ആഴ്ചക്ക് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞേ. കാരണം കണ്ണടയ്ക്കുമ്പോ ഈ സാധനത്തിന്റെ വരവാ. അപ്പൊ ഞാനോട് ചോദിച്ചു, നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ ഇപ്പൊ ഇങ്ങനെ വയ്യാത്ത ആൾക്കാരൊക്കെ നിങ്ങൾ നോക്കണേ, അപ്പൊ ഇതൊക്കെയും നാളെ നമുക്ക് ഈ ഗതി വന്നാലോ, അല്ലെങ്കിൽ നമുക്ക് അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മോഡില് നമുക്ക് വിഷമം വരുമെന്ന് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു ഭയങ്കര സ്ട്രെസ്സാ. മറ്റേ പുള്ളിക്കാരത്തി ഒഴിവാക്കിയ പുള്ളിക്കാരത്തി പറഞ്ഞു 2 ആഴ്ച ഉറങ്ങിയിട്ടില്ല. കാരണം അങ്ങനെ വരുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ട്രോമ അങ്ങനത്തെ കാര്യങ്ങള് അല്ലെങ്കിൽ സ്ട്രെസ് ഭയങ്കരമാണ്. കാരണം നമ്മൾ വിചാരിക്കുക അപ്പൊ നാളെ ഓക്കെ, പക്ഷെ നാളെ ചെല്ലുമ്പോ ഇവര് ഏത് മൂഡിലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ടാണ് സത്യം പറഞ്ഞ ഇവര് ഈ വക കാര്യങ്ങള് ചെയ്യണത്. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു വിരോധാഭാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചില ആൾക്കാർ ശരിക്കും എന്താ പറയാ, ഇപ്പൊ മെജോറിറ്റി ആൾക്കാരും ശരിക്കും ജെന്യുവിൻ കേസുകളായിരിക്കും. അതായത് അവർക്ക് ഡിമെൻഷ്യ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ മെന്റൽ ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടായിരിക്കും അവർക്ക്, അതുകൊണ്ടായിരിക്കും അവരെ ചെയ്യണത്. പക്ഷെ ചില ആൾക്കാരുണ്ട്, ഈ ഹോംലെസ് ആൾക്കാരുണ്ടല്ലോ, അപ്പൊ ഇവര് മെന്റലായിട്ട് അഭിനയിക്കും. എന്തിനു വേണ്ടിട്ടാന്നറിയാ, അങ്ങനത്തെ ഒരു റീഹാബ് പോലെ സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റത്തെ ഒരു 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് ഞം താമസം എല്ലാം സെറ്റ്. മനസ്സിലായണ്ട, വീടുണ്ടാവില്ല, അപ്പൊ റോട്ടിൽ പോയി കിടക്കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, നൈസായിട്ട് ഏട്ടൻ വെള്ളം നോക്കിയിട്ട് ഗ്യാപ്പ് കിട്ടുമ്പോ ഈ നഴ്സുമാരെ മെക്കെട്ടിക്കണ കയറും. മെക്കെട്ട് കയറുന്ന വർത്താനം പറയല്ലാന്ന്, എന്തിനെടുത്ത് എറിയ, അടിക്കുക പിടിക്കുക. അപ്പൊ കേസായി, അവിടെ ഇൻസിഡന്റ് ആയി കാര്യങ്ങളായി എഴുതി കൊണ്ടുവച്ചു. അപ്പൊ അവര് പ്രശ്നക്കാരനാ, റീഹാബ് വേണം, മറ്റേത് വേണം, പുള്ളി ഹാപ്പിയാ. അപ്പൊ അടുത്ത 6 മാസത്തേക്ക് 1 കൊല്ലത്തേക്ക് ഞമ്മും കിടക്കാനിടവും ഫ്രീ. പിന്നെ
കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഗവൺമെന്റ് കഞ്ചാവും കൊടുക്കും. പിന്നെ ബേഷായല്ലോ, പിച്ചാണ്ടാൻ പോണ്ട, ഒന്നും ചെയ്യണ്ട, അടിപൊളി, ഇവിടെ ഇരിക്കുന്നു, വരട്ടെ കഞ്ചാവ്, ആ കഞ്ചാവ് വരുന്ന് വലിക്കുന്നു. ആഹാ, അങ്ങനെ ചെയ്യുന്ന പണി കൂടി ഉണ്ട്. അപ്പൊ ഇവന്റെ ഈ വക അഭ്യാസങ്ങൾ കാരണം കൊണ്ട് പോണതാരാ? നമ്മുടെ പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവനാ, അല്ലെങ്കിൽ കുറെ സാധനങ്ങളാ പോണത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ വീണ്ടും പറയണു, നേഴ്സുമാര് ഇപ്പൊ ഭർത്താവ് നേഴ്സാണ് ഇങ്ങനത്തെ വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടും ടാലി കോമ്പൻസേറ്റ് ചെയ്ത കാര്യങ്ങൾ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം വേറൊരു ജോലിയാണ് ഭർത്താവ് ചെയ്യുന്നത്, ഭാര്യ ഇങ്ങനത്തെ ഒരു ജോലിയാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, അവര് വരുമ്പോ അവർക്ക് വേണ്ട പരിഗണനയ്ക്കൊന്ന് കൊടുക്കുക. അതിന്റെ പേരിൽ ഇപ്പോ നമ്മള് ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ പെണ്ണം തോണിന്നോ അല്ലെങ്കിൽ എന്താ പറയുക അച്ചിക്കോന്തൻ ഇതൊക്കെയും വിളിക്കുകയായിരിക്കും. നമ്മളൊന്നും മൈൻഡ് ചെയ്യണ്ട. കാരണം ഇവരുണ്ടാക്കി കൊണ്ടുവരുന്ന കാശ് കൊണ്ടാ കാര്യങ്ങൾ കുറെ നടക്കണേ. നമ്മളെക്കാട്ടും കൂടുതൽ പൈസ ഉണ്ടാക്കണേ. തീർച്ചയായിട്ടും പൈസയുടെ മാത്രമല്ലാന്ന്, ഇവരത്രയും മെനക്കെട്ടിട്ടാണ് ആ കുടുംബത്തിന് വേണ്ടി ചെയ്യണേ. നാട്ടില് ഓരോ കാര്യങ്ങൾ ചെയ്യണം. മോളെ ആ കാശ്, ഈ കാശ്, വീട് പണിയണം എന്നൊക്കെയും പറയുമ്പോ കാശ് വരുന്നില്ലേ? ഈ കാശൊന്നും വെറുതെ വരുന്നതല്ല, ഇവിടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇവരുണ്ടാക്കണേ എന്നുള്ളത് നന്നായി ഓർക്കുക. പിന്നെ ഈ ജോലിയില് ഈ ഒരു ഫാക്ടർ ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ നല്ല സുഖ, കുറച്ച് സമാന. കാരണം ഹോസ്പിറ്റലാകുമ്പോൾ പിന്നെ റിപ്പോർട്ട് എഴുതണം, മരുന്ന് കൊടുക്കണം, പിടിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത്രയും തലവേദനകളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇവിടുന്ന് ചിലപ്പോൾ ജോലിക്ക് വേണ്ടി തിരിച്ചു വരുമ്പോ കഴുത്തിന്റെ മുകളിൽ തല ഉണ്ടാവില്ലേ എന്ന് പറയാൻ പറ്റില്ല. ആ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും കൊടുക്കേണ്ട പരിഗണന, അർഹിക്കുന്ന പരിഗണന മസ്റ്റായിട്ട് നമ്മുടെ ഇങ്ങനത്തെ ചേച്ചിമാര് കൊടുക്കണം. ഞാൻ വീണ്ടും വലിയൊരു സല്യൂട്ട് ഇട്ടാ, വേറൊന്നും പറയാനില്ല. എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും ഇതാക്കിയിട്ടാണ് നിങ്ങളുടെ ജോലി പോണേന്നുള്ളത്. അപ്പൊ എന്തായാലും വീണ്ടും കാണാം, മറ്റു വീണ്ടും കാണാം, എല്ലാം പറഞ്ഞ പോലെ.